ഞാനിപ്പോൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രിയുടെ മുമ്പിലാണ്. സൗകര്യങ്ങൾ വളരെ കുറവാണ്. 5 പേരെ മാത്രമേ കിടത്തി ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ സൗകര്യങ്ങൾ കുറവായതുകൊണ്ടും ഇത് പഴയ കെട്ടിടമൊക്കെ തകർന്നു വീണതുകൊണ്ടും ഏകദേശം 4 വർഷത്തിന് മുമ്പ് പുതിയൊരു കെട്ടിടം നിർമ്മിക്കാൻ ഉള്ള പദ്ധതി വെച്ച് 1 കോടി രൂപ അനുവദിച്ച് നമ്മുടെ കുറച്ചപ്പുറത്തായിട്ട് നല്ലൊരു കെട്ടിടം പണി തുടങ്ങി. പാതി വഴിയിൽ നിലച്ച അവസ്ഥയിലാണ്. അപ്പോൾ ഈ ആയുർവേദ ആശുപത്രിയിൽ എത്തുന്ന 100 കണക്കിന് രോഗികളുണ്ട്. ഉച്ച കഴിഞ്ഞിട്ട് രോഗികൾ വരുന്നുണ്ട്. കിടത്തി ചികിത്സിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് പലരും ഇവിടെ വന്നു പോവുകയാണ്. അപ്പോൾ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ നഗരഭരണാധികാരികൾ വളരെയേറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എങ്കിൽ പോലും വീഴ്ചകളും ഉണ്ട് എന്നാണ് പൊതുജനാഭിപ്രായം. ഇപ്പോൾ നഗരസഭാ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം കൗൺസിൽ യോഗങ്ങളിൽ പലവട്ടം ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്ന് പറയുന്നു. അദ്ദേഹം ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി നമ്മോട് പറയുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു, ഈ കാര്യങ്ങളിലെ ഇടപെടലുകൾ എത്ര വരെയാണ്? പെരിന്തൽമണ്ണ നഗരസഭയിലെ പൂർണ്ണ കീഴിലുള്ള ആയുർവേദ ആശുപത്രി പരിതാപകരമായ സാഹചര്യത്തിൽ അത് ഇപ്പോഴും ഒരു സ്മാരകമായി അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. കഴിഞ്ഞ ഭരണസമിതിയുടെ മുഹമ്മദ് സലീമിൻ്റെ നേതൃത്വത്തിൽ പണി ആരംഭിച്ച് ഏകദേശം ഈ ഭരണസമിതി വന്നിട്ട് 4 വർഷം പിന്നിട്ടു. ഈ 4 വർഷവും ഞങ്ങൾ നിരന്തരം കൗൺസിലിലും പുറത്ത് സമരമാർഗങ്ങളിലൂടെയൊക്കെ ശബ്ദിച്ച് അതിനുവേണ്ടി ഒട്ടനവധി കോലാഹലങ്ങൾ കൗൺസിലിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു 2 മാസം മുമ്പ് പോലും നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ആയുർവേദ ആശുപത്രി പൊളിഞ്ഞു വീഴാറായ ഒരു സാഹചര്യത്തിൽ അവിടെ ജൂബിലി റോഡിൽ നിലനിൽക്കുകയാണ്. അത് അപകടാവസ്ഥയിലാണ്. ആളുകൾക്ക് അതിൻ്റെ ആ ഒരു അപകടാവസ്ഥയിലാണ് അവിടെ ആ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിക്ക് ഗവൺമെൻറ് ഇടപെട്ട് നഗരസഭയ്ക്കെതിരിൽ കേസെടുത്ത് നടപടി എടുക്കേണ്ട ഒരു സാഹചര്യം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുണ്ട്. ഈ സാധാരണ പാവപ്പെട്ടവന് ചികിത്സ തേടേണ്ട ഒരു ആയുർവേദ ആശുപത്രി അത് ഇന്നും ഒരു നോക്ക് കുത്തിയായിട്ട് അവിടെ പാതി വഴിയിൽ കിടക്കുകയാണ്. കഴിഞ്ഞ സലീമിൻ്റെ കാലത്ത് പണി ആരംഭിച്ച് 1ാം ഘട്ടം സ്ട്രെച്ചർ വാർപ്പ് കഴിഞ്ഞ് കാട് പിടിച്ച് കിടക്കുകയാണ്. ഇപ്പോഴും അതിനൊരു പൂർത്തീകരണം എന്ന് പൂർത്തീകരിക്കും, എന്ന് പണി ആരംഭിക്കും എന്ന് പോലും കൃത്യമായിട്ട് മറുപടി പറയാൻ പോലും ഈ ചെയർമാനും ഭരണസമിതിക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. പരിതാപകരമാണ് ഈ നഗരസഭയുടെ അവസ്ഥ. ഞാൻ മറ്റൊരു വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. അടിയന്തരമായിട്ട് അത് ചെയ്യാനുള്ള നടപടി സംസ്ഥാന ഗവൺമെൻറ് CPM-ൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അവിടെ സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ അതിന് ഫണ്ട് കിട്ടും. യഥേഷ്ടം ആരോഗ്യ വകുപ്പിന് ഫണ്ടുണ്ട്. ആ ഫണ്ടുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് സമ്മർദ്ദ തന്ത്രം ഉപയോഗിക്കണം. CPM ആണ് ഇവിടെയും ഭരിക്കുന്നത്, സംസ്ഥാനത്തും CPM ആണ് ഭരിക്കുന്നത്. എന്നിട്ട് പോലും സാധാരണക്കാരൻ ആശ്രയിക്കുന്ന, സാധാരണക്കാരൻ ചികിത്സ തേടിയെത്തുന്ന ആ ആയുർവേദ ആശുപത്രി മുനിസിപ്പാലിനെ സംബന്ധിച്ച് ഇപ്പോൾ ആകെ 2 ആശുപത്രിയാണുള്ളത്. ഒന്ന് ആയുർവേദ ആശുപത്രിയും ഒന്ന് ഹോമിയോ ആശുപത്രിയും. ജില്ലാ ആശുപത്രി അത് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലാണ്. അത് പൂർണ്ണമായിട്ടും ജില്ലാ പഞ്ചായത്താണ് ആ ഭരണ സംവിധാനത്തിൻ്റെ കീഴിലാണ് നടത്തിക്കൊണ്ട്. പണ്ട് താലൂക്ക് ആശുപത്രി നിന്ന് നഗരസഭയുടെ കീഴിലായിരുന്നു. ഇപ്പം നഗരസഭയ്ക്ക് ഈ ആയുർവേദ ആശുപത്രിയും ഹോമിയോ ആശുപത്രി മാത്രം നോക്കിയാൽ മതി. അതിന് പോലും പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കാൻ ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ ഓരോ കൗൺസിലിനും പ്രഖ്യാപിക്കും, അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യും, അല്ലെങ്കിൽ ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യും, അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ 4 ജനുവരിയും 4 ഫെബ്രുവരിയും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് ഉദ്ഘാടനത്തിന് പോലും അല്ലെങ്കിൽ തുടക്കം കുറിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. പെരിന്തൽമണ്ണ ആയുർവേദ ആശുപത്രിക്ക് വേണ്ടി കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് 1 കോടി രൂപ വകയിരുത്തി നിർമ്മാണം ആരംഭിച്ച പുതിയ കെട്ടിടമാണ് ഈ കാണുന്നത്. ഈ കെട്ടിടം പാതി വഴിയിൽ നിലച്ചു പോയി എന്ന വിമർശനമുണ്ട്. അത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. ഇതിപ്പോൾ ഈ ഭരണസമിതിയുടെ 4 വർഷം പിന്നിട്ടിരിക്കുന്നു. എന്നിട്ട് പോലും ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് നഗരസഭ പ്രതിപക്ഷ നേതാവ് നമ്മോട് വിശദീകരിച്ചത്. ഏതായാലും എത്രയും പെട്ടെന്ന് നഗരസഭ ഇക്കാര്യത്തിലൊക്കെ ചടുലമായ തീരുമാനങ്ങളാണ് എടുക്കുന്നത്. നഗരസഭ ചെയർമാനും വൈസ് ചെയർപേഴ്സണും ഭരണസമിതി ഒന്നാകെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കാനും അതിനുവേണ്ടിയുള്ള മുന്നിട്ടിറക്കത്തിലാണ്. പല കാര്യങ്ങൾക്കും നഗരസഭാ ചെയർമാൻ തന്നെ തിരുവനന്തപുരത്ത് പോയി വകുപ്പ് മന്ത്രിമാരെ കണ്ട് ഓരോ പദ്ധതികളും കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. എല്ലാം അഭിനന്ദനീയമാണ്. അദ്ദേഹം തന്നെ നേരിട്ട് മുൻകൈയെടുത്ത്, ഭരണസമിതി മുൻകൈയെടുത്ത് ഈ ആയുർവേദ ആശുപത്രി കെട്ടിടം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് രോഗികൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ നാടിന് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എത്രയും പെട്ടെന്ന് അത് സംഭവിക്കട്ടെ എന്നും ഞങ്ങൾ ആശംസിക്കുകയാണ്. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നിള 24 ലൈവ്.